ഛത്തീസ്ഗഡിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 12 ഭീകരർ കൂടി ഇന്ന് കീഴടങ്ങിയിട്ടുണ്ട്. നാരായൺപൂർ പോലീസിന് മുന്നിലാണ് ഇവർ കീഴടങ്ങിയത്. തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച ഭീകരർ ഉൾപ്പെടെയാണ് ആയുധം വെച്ച് കീഴടങ്ങിയത്. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, നിരുപാധികം കീഴടങ്ങാം, അല്ലെങ്കിൽ ആയുധം ഇനി പ്രവർത്തിക്കില്ല, എടുക്കില്ല എന്ന് മാവോയിസ്റ്റ് ഭീകരർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനം ഏറ്റെടുത്ത് കൂടുതൽ ഭീകരർ കൂടി കീഴടങ്ങളിലേക്ക് എത്തുകയാണ്. അനു, 2026 മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കും ഒരു ഡെഡ് ലൈൻ മാവോയിസ്റ്റ് ഭീകരർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരുന്നു. അതിനുശേഷം സുരക്ഷാ സേന അതിശക്തമായിട്ടുള്ള നടപടികളാണ് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒപ്പം തെലങ്കാന മേഖലയിലുമെല്ലാം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് CRPFന്റെ കോബ്ര യൂണിറ്റാണ്. അത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ മുൻപോട്ട് പോകുമ്പോഴാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നത്. നിരവധി ഭീകരരെ സർക്കാർ 10 ലക്ഷവും 15 ലക്ഷവുമെല്ലാം തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീകരരെ ആയുധമെടുത്തുകൊണ്ട് ആയുധത്തിലൂടെ തോക്കിൻകീഴിലൂടെ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നാരായൺപൂർ മേഖലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 12 ഭീകരർ പോലീസിന് മുൻപിൽ കീഴടങ്ങിയിട്ടുള്ളത്. അതിൽ ഇന്ദ്രാവതി ഈസ്റ്റ് ബസ്തർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരരാണ് കീഴടങ്ങിയതെന്നും ഇവരുടെ കമാൻഡറെ മുൻപ് നടന്നിട്ടുള്ള ഓപ്പറേഷനിൽ വധിച്ചിട്ടുണ്ട് എന്നുള്ളതും നാരായൺപൂർ SP റോബിൻസൺ ഗുരിയ പ്രതികരിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീകരർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ കീഴടങ്ങൽ നടക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക, അതല്ലെങ്കിൽ അതിശക്തമായ സൈനിക നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ സുരക്ഷാ സേനയുടെ നടപടി പുരോഗമിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഒരു തരത്തിലും വെളിച്ചം കടന്നു ചെല്ലാത്ത രീതിയിൽ, അതായത് സർക്കാർ സംവിധാനങ്ങൾക്കോ മറ്റുള്ളവർക്കോ കടന്നു ചെല്ലാൻ സാധിക്കാത്ത രീതിയിൽ വിഘടനവാദം മാത്രം നടന്നിരുന്ന ഛത്തീസ്ഗഡിന്റെ ബീജാപൂരിലെയും നാരായൺപൂരിലെയും ദന്താവാഡയിലെല്ലാം ഉൾമേഖലകളിൽ പോലും ഇന്ന് രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നുണ്ട്. അവിടെയും തെരഞ്ഞെടുപ്പ് സമാധാനപൂർവ്വമായി നടക്കുന്നു, മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. വലിയൊരു മാറ്റം ഈ മേഖലകളിലെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരതയുടെ അവസാന ഘട്ടം, അവരുടെ അവസാന സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ആയുധമെടുത്തുകൊണ്ട് ജനങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മാവോയിസ്റ്റ് ഭീകരവാദം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 2026 മാർച്ചോടുകൂടി ഈ മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ കീഴടങ്ങലും എൻകൗണ്ടറുകളും ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നാരായൺപൂർ മേഖലയിലാണ് 5 സ്ത്രീകൾ ഉൾപ്പെടെ 12 ഭീകരർ, സർക്കാർ തലയ്ക്ക് വലിയിട്ട ഭീകരർ ഉൾപ്പെടെ 12 ഭീകരർ കീഴടങ്ങിയത്. ശരി.